തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഈ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇത് പ്രഖ്യാപിക്കുന്നതിന്റെ അഴിമതിയുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, ഒരു ദുരൂഹത തീർച്ചയായിട്ടും ഉണ്ട്. അത് മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെ പെട്ടെന്ന് വേഗത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്, ഒരു വിശദമായ ചർച്ച അതിന്റെ ആവശ്യമുണ്ട്. ഈ നവകേരള സർവേക്ക് പച്ചയായ രാഷ്ട്രീയമുണ്ടെന്നാണ് പറയുന്നത്. കാരണം അതിനുള്ള തെളിവ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ തന്നെ വന്നിട്ടുണ്ട്. വളരെ ഗൌരവതരമായി പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്നതാണ് കോടതി വിധി. ഇന്ന് വന്നിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ റെക്കോർഡും അത് തന്നെയാണ്. സർക്കാരിൽ നിന്ന് നമ്മൾ നികുതി കൊടുക്കുന്ന പണം എടുത്തിട്ട് സർവേ നടത്തുക, ആ സർവേ നടത്തിയിട്ട് തുടർ ഭരണം ഉറപ്പാക്കണം. സർവേക്ക് പോകുന്ന വോളണ്ടിയർമാർ എന്നിട്ട് പാർട്ടി സർക്കിൾ ഇറക്കുന്നു, ഡിവൈഎഫ്ഐക്കാരെയും CPM-കാരെയും വോളണ്ടിയർമാരാക്കുന്നു. നമ്മുടെ നികുതി പണം എടുത്തിട്ട് ഡിവൈഎഫ്ഐക്കാർക്കും CPM-കാർക്കും കൊടുക്കുന്നു. എന്നിട്ട് മുഖ്യമന്ത്രി അവരോട് പറയുന്നു, നിങ്ങൾ പോയി, അത് നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് നിങ്ങൾ പോയി സർക്കാരിന്റെ തുടർഭരണം ഉറപ്പാക്കണമെന്ന്. നാട്ടുകാരുടെ ചെലവിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്ന ഈ നാണം കെട്ട പരിപാടിയാണ് ഞങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്തത്. കോടതി ശക്തമായ വിധിയുണ്ട്. അതൊക്കെ അത് പോട്ടെ, അപ്പൊ അവിടെ ചെല്ലുമ്പോൾ കിട്ടിക്കോളും ബാക്കി. അതാണ് പറയുന്നത്, തുടർഭരണം ഉറപ്പാക്കുക. വോളണ്ടിയർമാര് അവരുടെ CPM വോളണ്ടിയർമാരെ വെച്ച് പറഞ്ഞോ, ഇത് സർക്കാരിന്റെ പണം, നമ്മുടെ നികുതി പണം കൊടുക്കുവാണ്. ഇപ്പൊ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ കേരളം മുഴുവൻ ഹോർഡിംഗ് വെച്ചേക്കുക, കേരളത്തെ ശരിയാക്കിയെന്ന്. കോടികൾ ഖജനാവിൽ പൂച്ച പറ്റിയിടക്കുകയാണ്. 5 പൈസയില്ല, കടം കയറി മുടിഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് കോടികൾ മുടക്കി PR നടത്തുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് സർക്കാരിന്റെ തുടർഭരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ലഘുലേഖകൾ ട്രൈബൽ കോളനിയിൽ വിതരണം നടത്തുകയാണ്. എന്തൊരു നാണം കെട്ട രീതിയിലാണ് ഭരണ സൗകര്യങ്ങൾ ഇവരെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഞങ്ങൾ അതും ചോദ്യം ചെയ്യും. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒടുവിൽ തന്ത്രിക്ക് വരെ ജാമ്യം കിട്ടിയിരിക്കുന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ മൊത്തം യഥാർത്ഥ പ്രതികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും പുറത്തിറങ്ങും. അവസാനം അന്വേഷണം എന്ന് പറയുന്നത് പ്രഹസനമാവും. ഇപ്പോ നടക്കുന്നത് ഒരു തെളിവും കിട്ടിയിട്ടില്ല. ഈ പ്രതികളെല്ലാം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ബാക്കി വല്ല തെളിവുണ്ടാവോ? അവസാനം തെളിവുകളില്ലാതെ ഈ സ്വർണ്ണക്കൊള്ള കേസ് ഇല്ലാതായി പോകുന്ന ഒരു ഉത്കണ്ഠ, അതാണ് ഞങ്ങൾ നിയമസഭയിൽ പങ്കുവച്ചത്. നിയമസഭയിൽ ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത് ഈ സ്വാഭാവികമായി ഉണ്ടാകാൻ പോകുന്ന സുപ്രീം കോടതി പോലും ജാമ്യം നിഷേധിച്ച കേസിൽ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം SIT ഒരുക്കി കൊടുത്തു. അല്ല, അതുകൊണ്ടെന്താ കാര്യം? ഈ അവസാനം വരുന്നത് എന്താണ്? അവസാനം വരുന്നത് എല്ലാവരും പുറത്തിറക്കാണ്. സുപ്രീം കോടതി ഇങ്ങോട്ട് ജാമ്യം ചോദിച്ചു വന്നോ? അയ്യപ്പന്റെ സ്വർണം കെട്ടിട്ടെന്ന് സുപ്രീം കോടതി ചോദിച്ച കേസിൽ ഇവര് ചാർജ് ഷീറ്റ് കൊടുക്കാത്തത് കൊണ്ട് ജാമ്യം കിട്ടി എല്ലാവരും പുറത്തിറങ്ങി. ഇനി വല്ല തെളിവിന്റെ കണിക ബാക്കിയുണ്ടാവോ? ഇവരെല്ലാം പോറ്റിയൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞ് അത്രയല്ലോ. അതല്ലേ പറയാം, എല്ലാവരും പുറത്തിറങ്ങും. എല്ലാവരും പുറത്തിറങ്ങാനുള്ള സൗകര്യമാണ് ചെയ്തു കൊടുത്തേക്കാം.